എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജയ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽ FM 123.9, റിയൽ റേഡിയോ, റിയൽ ഫൺ. സോ നമുക്ക് ഇന്ന് ലവ് ബൈറ്റ്സിന്റെ അടുത്ത മെയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്ത മെയിൽ അയച്ചിരിക്കുന്നത് ജോൺ ആണ്. ജോൺ ഫ്രം നെയ്യാറ്റിൻകര. ഓക്കെ, ലെറ്റ്സ് സീ ജോൺ എന്താണ് ചോദിക്കാനുള്ളത് നോക്കട്ടെ. എന്റെ ടോണി, എന്തുവാണത്? ഇവിടെ ഉള്ളവർക്ക് സ്വയം തരില്ലേ? അത് റോയിച്ചാ, ഞാൻ ഈ FM റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യാൻ പോവല്ലേ, അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിച്ചു വെച്ചേക്കാന്ന് കരുതി. അതിന് നീയല്ല FM റേഡിയോയിൽ ജോലിക്ക് പോകാൻ പോണത്, ഞങ്ങളാരല്ലോ. അപ്പൊ മോനെ ഇച്ചിരി സൗണ്ട് കുറച്ച് നോക്ക്, അല്ലെങ്കിൽ ആ ഹെഡ്ഫോൺ എടുത്ത് കുത്ത്. അല്ല മോനെ, ഈ അടുത്ത കാലത്ത് ഇത്രയും നേരത്തെ കണ്ടുറന്ന് ചായം കണ്ടിട്ടില്ലല്ലോ. ഇന്നെന്ത് പറ്റി ബാക്കിയുള്ളവരുടെ ഉറക്കം കളയാനായിട്ട്? ചെയ്യാൻ പോകുന്ന ജോലിയോട് ഇത്തിരി ആത്മാർത്ഥ കാണിച്ചത് തെറ്റായിപ്പോയോ? ഈ ആത്മാർത്ഥം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി. റോയിച്ച നോക്കിക്കോ, എന്താ സംഭവിക്കാൻ പോണേ. ലവ് ഗുരുവായിട്ടല്ലേ ആനന്ദിന്റെ നീരജിന്റെ ഒക്കെ ജീവിതം ഒരു വഴിക്കാക്കി വെച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ ഡെസ്പാൻ വേണ്ടി പറഞ്ഞല്ല, എനിക്ക് ഉറപ്പാ ഈ ഫീൽഡിൽ മറ്റാരെക്കാളും നിനക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. നിനക്കതിനുള്ള കഴിവുണ്ട്. ഈ ചെറുപ്രായത്തില് കുറച്ചൊന്നുമല്ലോ നിന്റെ അനുഭവ സമ്പത്ത്. എന്ന ഇന്റർവ്യൂ ഈ ആഴ്ച തന്നെ ഉണ്ടാവുന്നാ പറഞ്ഞ. ഇതിലെങ്കിലും നീ ഒന്ന് പിടിച്ചെന്നാ മതി. FM നല്ലൊരു ഫീൽഡാണ്. പിന്നെ നിനക്ക് പെമ്പിള്ളേരെ അങ്ങോട്ട് വിളിച്ച് കാശ് കളയണ്ടല്ലോ, അവരിങ്ങോട്ട് വിളിക്കുമല്ലോ. അതാ റോയിച്ച എനിക്കുള്ളൊരു പ്രതീക്ഷ. പേര് ദോഷം കേൾപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ വല്ല പെമ്പിള്ളേരും വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മൈക്ക് ഉണ്ടെന്നും അത് നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. എന്തായാലും ഉഷാറാക്ക്. ഞാൻ പോയി എന്റെ പണി നോക്കട്ടെ. പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. സോ ലവറിന്റെ അടുത്ത് ചെന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയൂ. ഐ ആം ഷുവർ നിങ്ങളുടെ പ്രശ്നം ഇതോടെ സോൾവ് ആകും. ലെറ്റ്സ് ഹിയർ സം മ്യൂസിക് നൗ. ഹിയർസ് ദ മ്യൂസിക്. ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ട്. എനിക്ക് ചായ അലർജി ഒന്നുമല്ല. ഗ്യാസും ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കിച്ചണിലുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി ചായ ഉണ്ടാക്കാം. അതെനിക്കറിയാം. വെറുതെ ഗ്യാസ് ചിലവായി കളയണ്ടെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ റോയിച്ചിന് ചിലവ് കൂടുതല. ഇതെന്തു പറ്റി പതിവില്ലാത്ത ഡയലോഗ്സ് ഒക്കെ? ഒരു ജോലിയൊക്കെ ആവാൻ പോവല്ലേ, കുറച്ച് മാറ്റമൊക്കെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ചിഞ്ചുവിനും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? മൊത്തത്തിലൊരു മാറ്റമായിരിക്കും. ഈ വീട്ടിലൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ വെച്ചെടുത്താണല്ല. ആര് പറഞ്ഞു? TV വെച്ചെടുത്തന്നെ കാണുമല്ലോ. എന്താ റോയിച്ച കാണാതായത്? എന്റെ ഒരു അപേക്ഷ. റോയിച്ചൻ അതിന് ആരോട് അപേക്ഷിക്കാൻ പോണേ? ഓ എടാ, ഗ്യാസ് കണക്ഷനുള്ള അപേക്ഷയാന്ന്. ഞാൻ ഇന്നലെ ഇവിടെ വെച്ചതാണല്ലോ. റോയിച്ചൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ തന്നെയാണോ വെച്ചത്? ഞാൻ ഈ ഷെൽഫിൽ വെച്ചെന്നേ. റോയിച്ച അത് ഇതാണോ? ഇത് തന്നെയാണല്ലോ. ഇപ്പൊ ഈ വീട്ടിൽ തീരെ ഓർമ്മശക്തി ഇല്ലാത്തത് റോയിച്ചനാ. ഈ ഷെൽഫിൽ വെച്ചത് എങ്ങനെയാ ഈ ടേബിളിന്റെ പുറത്ത് വരുന്നേ? എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റവും പറയും. റോയിച്ച, ഫോൺ പോയതിന്റെ ഒരു കംപ്ലൈന്റ് ഞാൻ എഴുതി റോയിച്ചന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പോണ വഴിക്ക് ഇതൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോവോ? ഫോൺ വഴിക്ക് കൊടുത്തിട്ട് പോകാൻ എന്ത് ബ്രോഷറോ മറ്റാണോ? നിന്റെ ഫോണല്ല കാണാതെ പോയത്, നീ തന്നെ കൊണ്ടേ കൊടുത്തോ മതി. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അല്ല, റോയിച്ചനാകുമ്പോ പോലീസ് അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു തരും. പിന്നെ പോലീസുകാർ അതും പിടിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ ചെല്ലുമ്പോൾ എടുത്തരാൻ. ആര് പോയാലും കണക്കാ. നീ ആ പരാതി ബാഗിൽ നിന്ന് എടുത്തോ. ആനന്ദേ, തൽക്കാലം നീ ഈ ഫോൺ വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാലോ. എന്റെ പഴയ സിമ്മുണ്ട്. അത്രയ്ക്ക് ചിരിക്കണ്ട, ബാലൻസ് ഇല്ല. പിന്നെ ഈ ഫോണും ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് വല്ലവരുടെ കൈ കൊടുത്ത് കളഞ്ഞ. അതിനെന്തെങ്കിലും ക്യാമറ ഇല്ലല്ലോ റോയിച്ച? അതെന്നെ പറഞ്ഞത്. ക്യാമറ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന്. എനിക്ക് തോന്നി, അതുകൊണ്ടാ പറഞ്ഞ. അത് നിനക്ക് തോന്നും. ശരി, ഇനി നവീൻ ഗോപനെ കണ്ട എങ്ങനെ ഫോട്ടോ എടുക്കാവോ?